കാമുകരുടെ രണ്ട് ചുണ്ടുകളാൽ മുദ്ര വയ്ക്കാനാകുമോ ഈ ഹൃദയത്തിന് അഗാധഗർത്തം. ഭയങ്കര ഇഷ്ടപ്പെട്ട വരികളാണ്. പറ്റില്ലല്ലോ. പറ്റില്ല. വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരസ്യം കണ്ടിരുന്നു. നിങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ നടക്കുമ്പോൾ മുഴുവൻ അവരറിയാതെ ഒരു ചങ്ങല കൊണ്ടു നടക്കുന്നത്, മറന്നുപോയി ബാക്കി. അതുപോലെ ഈ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഒക്കെ വീടിനെ ഇങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്, തലയിൽ ഏറ്റി നടക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അതൊക്കെ ബാധിച്ചിട്ടുണ്ടോ? പ്രൊഫഷനിലും കവിതയിലും ഒരു സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത് ബാധിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു സങ്കുചിത സമൂഹത്തിൽ തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ജീവിക്കുന്നത്. അപ്പം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണല്ലോ, നമുക്ക് IAS കാരിയാവാം, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, പക്ഷേ നെല്ലിക്കയിട്ട് മത്തിക്കറി വെക്കാൻ അറിയണം എന്നുള്ള പുരോഗമന സങ്കല്പമാണ് അല്ലേ. അഭ്യസ്ത വിദ്യയായ അടുക്കളക്കാരി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുരോഗമന സങ്കല്പം. പലപ്പോഴും എന്ത് വേണേ പഠിച്ചോ, പക്ഷെ ആദ്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് മറ്റേ വിംബാറിന്റെ പരസ്യം. കൊച്ചിനോട് ചോദിക്കാണ്, അച്ഛൻ എന്താ ജോലി? അച്ഛൻ എഞ്ചിനീയർ ആണ്. അമ്മയ്ക്ക് എന്താ ജോലി? അമ്മയ്ക്ക് ജോലിയില്ല. എന്താ അമ്മയ്ക്ക് ജോലിയില്ലാത്ത? അമ്മയ്ക്ക് സമയമില്ല. പാത്രം മുഴുവൻ കഴുകി തീർന്നിട്ട് വ്യക്തിത്വം വികസിപ്പിക്കാൻ അമ്മയ്ക്ക് സമയമില്ല. അപ്പൊ അതാ വരുന്നു വിംബാർ. പാത്രം വേഗം കഴിഞ്ഞു. അമ്മയ്ക്ക് ഇപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ട്, ഇനി വ്യക്തിത്വം വികസിപ്പിക്കാം. അപ്പൊ അച്ചാർ ബിസിനസ്സോ കേക്കോ ഉണ്ടാക്കലോ എന്തൊക്കെ തുടങ്ങിയിട്ട് സംരംഭകയായിട്ട് അമ്മ മാറി. അപ്പൊ പാത്രം കഴുകുക എന്നുള്ളത്, അല്ലെങ്കിൽ തന്നിൽ അർപ്പിതം എന്നൊരു സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന ജോലി എന്തോ അത് ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നീ വികസിപ്പിച്ചോ എന്നുള്ള തരത്തിലുള്ള ഒരു പോക്കാണ് പലപ്പോഴും സമൂഹത്തിന്റെ പോകുന്നത്. അപ്പൊ പക്ഷെ എഴുത്തുകാരിക്ക് നമ്മളിപ്പം പറയുമല്ലോ, ഒരു പണ്ട് മാർക്കേസ് എഴുതാനിരിക്കുമ്പോ ഭാര്യ ഒരു മഞ്ഞ റോസാപ്പൂ കൊണ്ടെന്ന് വെച്ചു കൊടുക്കും മേശപ്പുറത്തുനിന്ന്. നമ്മൾ എഴുതാനിരിക്കുമ്പോ കട്ടൻ ചായ ഉണ്ടോ, ചോറ് വെന്തോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. ഒരു പരിധി വരെ, ഒരു കാലം വരെ തീർച്ചയായിട്ടും കുട്ടികൾ ചെറുതായിരുന്ന കാലങ്ങളിലൊക്കെ നമ്മൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോകും. പിന്നെ നമ്മളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് നമ്മൾക്ക് അതിനനുസരിച്ചുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആജീവനാന്തം ഇതാണ് എൻ്റെ കർത്തവ്യം എന്ന് ശീലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കോച്ചിങ് നമ്മുടെ ഇതിലുള്ളത് കൊണ്ടാണ് അതിന്ന് മുക്തരാകാത്തത്. പറ്റാഞ്ഞിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ തടസ്സങ്ങൾ പലതും ഇരിക്കുന്നത് മനസ്സിലാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഉള്ള ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ കണ്ടു മഹർഷിയുടെ ഇടപാടുകാരാണ് എല്ലാവരും. കൊച്ചുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന മോളോട് പറയുന്നത് അങ്ങനെയാണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിന്റെ അവിടെയുള്ള സപത്നി ജനങ്ങളുടെ കൂടെയൊക്കെ നല്ല രീതിയിൽ നിൽക്കുക. പിന്നെ അവിടുന്ന് ഭർത്താവ് എന്തെങ്കിലും, ഞാൻ ആ ശ്ലോകം ഇപ്പൊ ഓർക്കുന്നില്ല, എന്തെങ്കിലും അദ്ദേഹം ശുണ്ഠിയാൽ നിന്ദിക്കലും എതിർത്തൊന്നും പറയരുത് എന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹം, കണ്ടു മഹർഷിമാര് പാന്റും ഷർട്ടും ഇട്ടവരാണ് ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഇരിക്കുന്നത് അല്ലേ. പക്ഷെ ഇവര് വന്നിരുന്ന് TV-യിലും ചാനലുകളിലും വന്നിരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. എപ്പോഴാണെന്നറിയോ? നമ്മളിപ്പോ ഈ പറഞ്ഞു കൊടുത്ത മക്കള് ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് ഉത്തരത്തിൽ തൂങ്ങി ആടുകയോ കത്തി എരിയുകയോ പട്ടിണി കിടന്ന് മരിക്കുകയോ ചെയ്യുമ്പോൾ ഇവരെല്ലാം വന്ന് TV-യിലിരുന്ന് കരയും. നമ്മളിപ്പോ വിസ്മയയുടെ സംഭവത്തിൽ കേട്ടതാണ്. ആ കൊച്ചു പറയുന്നത് ഓർമ്മയുണ്ടോ? ആ ഒരു വോയിസ് റെക്കോർഡ്, അച്ഛാ എനിക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഞാൻ മരിച്ചു പോകുന്നു പറയുമ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെയല്ലേ മക്കളെ എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ബോധവൽക്കരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്, നിങ്ങൾ ആരുടെയും പിന്നിലല്ല എന്ന് ബോധവൽക്കരിക്കും. അതുകൊണ്ട് തന്നെ ആധുനിക സ്ത്രീ ബോധവൽകൃതയാണ്. അവിടെ ചെന്ന് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ഇതൊന്നും ഞാൻ സഫർ ചെയ്യേണ്ടവളല്ല എന്നറിയാം. പക്ഷേ അതിനുള്ള പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. ഈ രണ്ട് സംഘർഷങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് വിവരമില്ലാത്ത ആൾക്കാരല്ല ആത്മഹത്യ ചെയ്യുന്നവരാരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരൊക്കെയാ മരിക്കുന്നത്? ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അഡ്വക്കേറ്റുമാര്. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മാനസികമായ ഒരു പിന്തുണ മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എഴുത്തുകാരി പിന്നെ ഇതിൽ ഒന്നും പെടുന്നില്ല. നമ്മൾ 24 മണിക്കൂർ എഴുത്തുകാരല്ലല്ലോ. വല്ലപ്പോഴും ഒരു കവിതയിലായിരിക്കുമ്പോൾ മാത്രമാണ്, അങ്ങനെയുള്ള അപൂർവ സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ഒരു എഴുത്തുകാരിയായിട്ട് ഇരിക്കുന്നത്. അത് വല്ലപ്പോഴാണ് സംഭവിക്കുക. ആ സമയത്ത് അതിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും, ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഓഫീസിലിരിക്കുകയാണെങ്കിലും നമ്മൾ എന്തിൽ തന്നെ ആയിരുന്നാലും നമ്മുടെ ചുറ്റും അത് കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു ലോകം. അത് ഈ പുട്ടുകുത്തുന്ന കണ്ടിട്ടില്ലേ? പുട്ട് കുത്തി കഴിഞ്ഞാൽ പിന്നെ കാലിയാണ് കുറ്റി എന്ന് പറയുന്നതല്ലേ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ ജീവിതം ജീവിക്കുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഒരു വരവ് കവിത വരുന്നത് വരെ ഒരു ഡോക്ടറായിരിക്കാം, വീട്ടമ്മയായിരിക്കാം, ആ കർത്തവ്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് എഴുത്ത് ഒരു സ്ഥിര ജോലിയോ ഒരു സ്ഥിര സാന്നിധ്യമോ പോലും അല്ല. വല്ലപ്പോഴും വരുന്നതാണ്. ഇനി എപ്പോൾ എഴുതും എന്ന് അറിഞ്ഞുകൂടാത്ത, ഇനി എഴുതുമോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത, എങ്ങനെയാണ് എഴുതിയിരുന്നതെന്ന് പോലും മറന്നു പോകുന്ന ഒരിടക്കാലം അതിനിടയിൽ വരാറുണ്ട്. ഈ
പഴയ തലമുറയ്ക്ക് അവകാശങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് വലിയ ആഘാതമില്ല. മാഡം പറഞ്ഞതുപോലെ ഈ അറിയുന്നവർക്ക് ഡബിൾ ആഘാതമാണ്. അറിയുന്നുണ്ട്, പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നു. ജോലിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മെഡിക്കൽ ഓഫീസർ ആയതുകൊണ്ടാണ് മാഡത്തിന് ഇളനീർ കുഴമ്പ് പോലത്തെ ഒരു കവിത എഴുതാൻ പറ്റിയതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്രമേൽ സൂക്ഷ്മമായി തൊട്ടടുത്ത് വരുന്ന രോഗിയെ കുറച്ചുകൂടെ കാണാൻ ആ ഒരു ഉൾക്കാഴ്ചയല്ലേ സഹായിച്ചത്? ഞാൻ മെഡിക്കൽ ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ച ആളല്ല കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പൊ വിമൻസ് കോളേജിൽ വന്നിട്ട് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ പോയിരുന്നപ്പം ഞാനിങ്ങനെ അസൂയോടെ കൂടെ ഇവരൊക്കെ നോക്കാണ് കേട്ടോ. ഇംഗ്ലീഷ് BA എടുക്കണമെന്നായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം. എന്നിട്ട് ഒരു ലെക്ചറർ ആകണം, പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം, കവിതയൊക്കെ. അപ്പം സാഹിത്യവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്നൊക്കെ. പക്ഷേ അന്നത്തെ ഒരു സാമൂഹ്യ രീതി അങ്ങനെയല്ലല്ലോ. എൻട്രൻസ് എഴുതണം എന്നുള്ളതാണ്. അങ്ങനെ എഴുതി ആയുർവേദ കോളേജിൽ പോയി, അങ്ങനെ ആയിന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ ആയതുകൊണ്ടുള്ള വീക്ഷണമാണതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് തീർച്ചയായിട്ടും എൻ്റെ മുന്നിൽ വന്നിരുന്ന അതൊരു നടന്ന സംഭവമാണ്. ഞാൻ അതിനെപ്പറ്റി കള്ളിമുള്ളിൻ കാതലിപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകം മാതൃഭൂമി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത് ഈ ഫെസ്റ്റിൽ വെച്ച്. അതിൽ എഴുതിയിട്ടുണ്ട്. വളരെ യാദൃച്ഛികമായിട്ട് ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. അപ്പം എന്ന് വെച്ചാൽ എപ്പോഴും ഇളനീർ കുഴമ്പ് എന്ന് പറയുന്ന മരുന്ന് അറിയാമോ? കണ്ണിൽ ഇറ്റിച്ചിട്ടുണ്ടോ? നല്ല സുഖമല്ലേ ഇറ്റിച്ചു കഴിഞ്ഞാൽ? ഭയങ്കര നീറ്റലാണ്, കണ്ണ് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവരെപ്പോഴും ഈ മരുന്നാ വേണ്ടത്. എപ്പോഴും ഇങ്ങനെ ക്യൂവിൽ സാധാരണ ആൾക്കാർ ഇടിച്ചു തള്ളി ആദ്യം പോവാനാ നിൽക്കുക. ഈ ഉമ്മ മാത്രം ഏറ്റവും അവസാനം നിൽക്കും. അവസാനം വന്ന് നിൽക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്നും എല്ലാവരും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഞാൻ വെറുതെ ഒന്ന് കയ്യിൽ തൊട്ടപ്പം അവര് വേറൊരാളായി മാറുകയാണ്. അപ്പോൾ ഈ പ്രകടിപ്പിക്കുന്ന രോഗം എന്ന് പറയുന്നത് ആന്തരികമായ മറ്റൊരു രോഗത്തിന്റെ ഒരു ബാഹ്യപ്രകടനം മാത്രമാണ്. വേദനകൾ ഇരിക്കുന്നത് മനസ്സിലാണ് എന്നുള്ളത് ആ ഒരു 65 വയസ്സിലോളം എത്തിയ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത് എനിക്ക് സ്വപ്നം ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു പ്രണയ കഥയാണ്. അവരുടെ ഭർത്താവ് അവരെ കടല് കാണിക്കാൻ കൊണ്ടുപോയ കഥ. കടല് കാണാൻ എന്ന ആഗ്രഹമുണ്ട്. 16 വയസ്സിൽ കല്യാണം കഴിച്ചു പോയ സ്ത്രീയാണ്. അപ്പം ഭർത്താവ് കടലിൽ പോകുന്ന ആളാണ്. ഒരു ദിവസം രാത്രി കടലിൽ കൊണ്ടുപോവാണ്, വള്ളത്തിലിരുത്തി. അപ്പൊ അവര് വള്ളത്തിൽ മലർന്നു കിടന്നുകൊണ്ട് മുകളിലുള്ള നക്ഷത്രങ്ങളെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുമോ? അപ്പൊ എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ലോകത്തെ, അത്രയും വലിയൊരു ഭാവന പ്രപഞ്ചത്തെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ മുന്നിലിരുന്നത്. ഭർത്താവ് മരിച്ചുപോയി. ആ കവിതയിൽ എഴുതിയ പോലെ തന്നെ ചാളത്തടി മറിഞ്ഞ് കാണാതെയായവനായി വിതുമ്പും എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതിനെ പറ്റിയുള്ള വിഷമവും വേവനാദികളും പങ്കുവയ്ക്കാനാണ് അവര് കാത്തിരുന്നത്. അപ്പൊ കണ്ണിന്ന് വെള്ളം വരുന്നു എന്നുള്ളതിന്റെ മറവിൽ അവര് ഇളനീർ കുഴമ്പ് ചോദിക്കുമായിരുന്നു. അത് ആ കവിതയ്ക്ക് പ്രേരകമായി തീർന്നത് ആ ഉമ്മയാണ്. അതിന്റെ അവസാനത്തെ വരി ഓർമ്മതൻ വൈദ്യുത കമ്പി മേലെ താനറിയാതെ കാൽ വെച്ചു പോകെ നീലിച്ച ദൈന്യം പിടഞ്ഞ കണ്ണിൽ നീറും ഇളനീർ കുഴമ്പ് തുള്ളി എന്നാണ്. അപ്പൊ അത് ഡോക്ടർ ആയതുകൊണ്ടല്ല ഒരിക്കലും, ഒരുപക്ഷെ കവി ആയതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു വൈകാരികതകളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സാധിച്ചതാണ്. അതിൽ ഡോക്ടർക്ക് വലിയ റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ചുറ്റുമുള്ള മനുഷ്യരെ മുഴുവൻ വൈകാരികമായി തന്നിലേക്ക് കൊണ്ടുവരാനും അവരോട് വൈകാരികമായി സംവേദിക്കാനും ഒക്കെ കഴിയുന്ന മുഴുനീള കവിയെ നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾക്ക് ആണ് ഇനി സംസാരിക്കാനുള്ള സമയം. നിങ്ങളുടെ സംശയങ്ങൾ മാഡത്തിനോട് ചോദിക്കാം. സാമൂഹ്യ പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളെ കുറിച്ച് എഴുതാനാണോ താല്പര്യം? അങ്ങനെ ഒരു പ്രത്യേക വിഷയം തീരുമാനിച്ചു വെച്ചിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കവിത, ശരിക്കും പറഞ്ഞാൽ ഒരു കവിതയും എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഇതുവരെയും അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങുന്നത്, നേരത്തെ അനഘ പറഞ്ഞ പോലെ ഒരു വാക്കിൽ നിന്നെന്ന് പറഞ്ഞു, എനിക്കൊരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഏതോ ഒരു ചിന്തയിൽ ഒരു ആശയത്തിൽ നിന്നൊരു കവിത തുടങ്ങിയാൽ അത് വേറെ ഏതെല്ലാമോ വഴിയിലൂടെ അതിന് തോന്നിയതുപോലെ പോയിട്ട് മറ്റൊന്നായിട്ട് അവസാനിക്കുന്നതാണ് എനിക്ക് കവിത. അതിനൊരു വ്യക്തമായ റോഡില്ല. ഞാൻ ഈ വിഷയത്തെ പറ്റി എഴുതാൻ പോകുന്നു, ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഈ കവിത അവസാനിക്കുക എന്ന് പറഞ്ഞ പോലെ നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ച ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റൂട്ടിലൂടെ ഒഴുകുന്ന ഒന്നായിട്ട് കവിത ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മളെ കവിതകളായിട്ട് മാറാറുണ്ട്. അപ്പോഴും ഇതിന്റെ അവസാനം ഇങ്ങനെ ആയിരിക്കുമെന്നോ ഇതിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് എന്നോ അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഗലീലിക്കടൽ പോലുള്ള ഒരു കവിത, നമ്മളിപ്പോൾ കുറേ കൊച്ചുങ്ങൾ മരിച്ചു കിടക്കുന്നു, നമ്മളത് പത്രത്തിലെ വാർത്ത കാണുകയാണ്, കുഞ്ഞുങ്ങൾ മരിച്ചു. അപ്പം നമ്മളത് എടുത്ത് നോക്കും, അയ്യോ ഇത്രയും കുട്ടികൾ മരിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പത്രം അടച്ചു വെക്കും. പക്ഷെ ആ വീണ് കിടക്കുന്ന തലകളിൽ ഒന്നിൽ സ്വന്തം കുഞ്ഞിന്റെ മുഖം കണ്ടാൽ നമ്മുടെ അന്നത്തെ രാത്രി നമ്മുടെ ഉറക്കം ഉണ്ടാവില്ല.
ആ ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുപോലുള്ള ധാരണകളിൽ നിന്നാണ്, അതാണ് ശരിക്കും വാർത്തയെ കവിതയിൽ നിന്നിട്ട് വേർതിരിക്കുന്ന സാധനം. വാർത്ത എന്ന് പറയുന്നത് ഒരു അറിവ് മാത്രമാണ്, കവിത ഒരു അനുഭവമാണ്. അപ്പൊ വാർത്തയെ അനുഭവമാക്കി മാറ്റുന്ന ഒരു ഭാവനയുടെ ചുംബനം ആണ് ശരിക്കും പറഞ്ഞാല് കവിതയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആശയം എഴുതണം, ഇനി ഒരു രാഷ്ട്രീയ കവിത എഴുതാം, പോട്ടെ ഇനി ഒരു പ്രണയ കവിത എഴുതാം എന്ന് പറഞ്ഞാൽ അവ്യക്തമായ ഒരു ആശയം ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മൾ എഴുതി വരുമ്പം വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിപ്പോയെന്ന് വരാം. തുടക്കത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കവിതയായിരിക്കും. സത്യം പറയാലോ, നമ്മളിപ്പോ എഴുതി തീർന്നിട്ട് പബ്ലിഷ് ചെയ്തിട്ട് എല്ലാവരും കൊള്ളാന്ന് പറയുന്ന കവിതയുടെ ആദ്യത്തെ രൂപമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ അതിമാരകമായിരിക്കും. പിന്നെ ഒരാളെ കാണിക്കാൻ കഴിയാത്ത വരികളായിരിക്കും. ഇതുമായിട്ട് പരസ്പര ബന്ധമൊന്നും ഇല്ലാത്ത സാധനങ്ങളായിട്ടും വരാം. എനിക്കൊരു എഴുത്ത് പ്രക്രിയ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അന്തിക്കള്ളും പ്രണയശാപ്പും ആ കവിത എഴുതിയത് എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അന്തിക്കള്ളും പ്രണയഷാപ്പും കവിതയിലും ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ആ കള്ളുഷാപ്പ് എന്ന് പറയുന്നത് ഞാൻ കണ്ട കള്ളുഷാപ്പാണ്. ഇത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ വീടിന്റെ പശ്ചാത്തലങ്ങളാണ്, ആ ഒരു പ്രകൃതിയാണ്. സത്യം പറഞ്ഞാൽ ഒരു 5 വയസ്സ് വരെ ഞാൻ അവിടെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ 5 വയസ്സിൽ കണ്ണിൽ തറഞ്ഞു പോയ ഒരുപാട് കാഴ്ചകളുണ്ട്. അതുപോലൊരു ഗ്രാമം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും പലതും. പക്ഷെ നമ്മുടെ ആദ്യകാല ഓർമ്മകളിൽ ഭയങ്കര ഒരു സാന്നിധ്യമായിട്ട് നിൽക്കുന്നതാണ് ആ ഓല വാരി വലിച്ചുടുത്ത് അയലത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു കള്ളുഷാപ്പ്. ഞാനത് ഈ അടുത്ത കാലത്ത് ഞാൻ അവിടുന്ന് പോന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അവിടുത്തെ ഒരു ബന്ധുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, പറഞ്ഞു അവിടെ അങ്ങനെ ഒരു കള്ളുഷാപ്പ് ഇല്ലല്ലോ. കുറെ മാറിയിട്ട് എവിടെയോ ആണ് ഒരു ചാരായ ഷാപ്പ്. തെറ്റിദ്ധരിച്ചതായിരിക്കാം കുട്ടിക്കാലത്ത്. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ എത്ര വിചാരിച്ചാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കള്ളുഷാപ്പ് എന്നുള്ള രൂപകം എടുത്തത്. കള്ള് കുടിക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പറയും, നിങ്ങൾ എല്ലാ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ചോദിക്കുമ്പം പറയും വീട്ടിലേക്കുള്ള വഴി എങ്ങോട്ടാണ്. അപ്പം നമ്മളിങ്ങനെ പറയും അതിലേ പോയിട്ട് ഇതിലേ പോയിട്ട്, പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ആ കള്ളുഷാപ്പിന്റെ ഇപ്പുറത്ത് കൂടിയുള്ള വഴി. അതുപോലെ മനസ്സിലേക്ക് പിടിച്ചു വലിക്കുന്നതായിട്ടുള്ള ഒരു, നമ്മൾ എത്ര വേണ്ടെന്ന് വിചാരിച്ചാൽ അതിലേക്ക് തന്നെ ചെന്ന് വീണു പോകുന്നുള്ള ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും പഠിക്കൂല എന്ന് പറയുന്ന പോലെ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യനെ സദാ സർവ്വകാലവും പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വെറുതെ ഒന്ന് കാണാനാണ്. അല്ല, അങ്ങനെയുള്ള മനുഷ്യർ കുറവാണ്. എപ്പോഴും മറ്റൊരാൾ നമ്മളെ കരുതണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രത്യേകതയുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു സാഫല്യമായിട്ട് പൊതുവെ മനുഷ്യൻ കരുതുക. അതാണല്ലോ വ്യത്യാസം. ജീവിക്കാൻ എന്താ വേണ്ടേ? ഭക്ഷണം വേണം, വായു വേണം, വെള്ളം വേണം, അതൊക്കെ കിട്ടിയാൽ ജീവിക്കാം. പക്ഷെ മനുഷ്യൻ ഒരു ഭൗതിക ജീവി മാത്രമല്ല, മാനസികമായിട്ടുള്ള തലങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ പൂച്ചയും പുലിയും ഒന്നും ആത്മഹത്യ ചെയ്യാറില്ല. മനുഷ്യൻ ആത്മഹത്യ ചെയ്യും. കാരണം എന്തെല്ലാം ഉണ്ട്, വീട്ടില് ഭക്ഷണം ഉണ്ടോ ഉണ്ട്, ചുറ്റുപാടും ആൾക്കാരുണ്ടോ ഉണ്ട്, ശ്വസിക്കാൻ നല്ല വായു ഉണ്ടോ ഉണ്ട്. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആന്തരികമായ മറ്റെന്തോ ഇല്ല. അപ്പൊ ബാഹ്യമായ ഒരു ലോകത്തോടൊപ്പം ആന്തരികമായിട്ടുള്ള ഒരു സൂക്ഷ്മ ലോകം കൂടി കൊണ്ടുപോകുന്ന ഒരു ജീവിയേ ഉള്ളൂ. ആ ജീവിയാണ് മനുഷ്യൻ. അപ്പൊ അതിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് വിചാരിച്ചുകൊണ്ട് നടക്കുന്നതുമല്ലോ. പ്രണയം അതുപോലെ ഒരു സംഭവമാണ് നമുക്ക് തരുന്നത് എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ സർവ്വ കവിതകളും പ്രണയമയമായി വരികയാണെന്ന് തോന്നുന്നു. പ്രണയത്തിന്റെ എണ്ണം പറഞ്ഞിട്ട് ആകെ പ്രശ്നമായ മന്ത്രിമാര് വരെയുണ്ട്. നമുക്ക് ഊരുക്ക് പോകലാൻ കണ്ണേ കൂടെ പറഞ്ഞിട്ട് ജസ്റ്റ് അതിന് എഴുതാനുള്ള ഒരു സാഹചര്യം കൂടെ. അത് പറഞ്ഞു. ഊരുക്ക് പോകലാം കണ്ണേ ഇതുപോലെ ഒരു തമിഴ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരിട്ട് തമിഴ്നാട്ടിൽ പോയി, ഞാൻ ഈ തോവാള എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടില്ലായിരുന്നു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, തോവാളയാണോ വീട്, അവിടാണോ ജനിച്ചത്? ഊരുക്ക് പോകലാം കണ്ണേ എന്ന് പറയുന്ന കവിത വായിച്ചതിന് ശേഷം തോവാളയിൽ പണ്ട് നമ്മൾ പൂക്കാരായി ജീവിച്ചൊരു ആനന്ദ ലോകം ആണ് ശരിക്കും പറഞ്ഞാൽ ഊരുക്ക് പോകലാം കണ്ണേ മുന്നോട്ട് വയ്ക്കുന്നല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയി. ഇതിലൊരു പുനർജന്മം പോലെ, ഞാൻ പുനർജന്മത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, കവിതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയൊരു ബന്ധമായിരിക്കാം, ഈ ജീവിതത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയൊരു ബന്ധമായിരിക്കാം. നമ്മൾ അവരൊപ്പം ഉണ്ടായിരുന്ന കാലം എത്ര മനോഹരമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നീയൊത്തു വീണ്ടും മുളയ്ക്കുവാൻ ദാഹമായി ഊരിക്ക് പോകലാം കണ്ണേ എന്ന് പറയേണ്ടി വരും. ആ ഊരിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. നീ ഞാനും ഉണ്ടായിരുന്ന ആനന്ദത്തിൻ്റെതായിരുന്ന, ഈ പറഞ്ഞ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെതായിരുന്ന ആ ഒരു പൂക്കാല ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള തോന്നൽ വരുന്നത്. 2 കാര്യമാണ്. ഒന്ന്, തമിഴ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തമിഴ് പഠിച്ചിട്ടില്ല. പക്ഷെ തമിഴ് പാട്ടുകൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. അതിൽ നമ്മൾ ചില വാക്കുകളുണ്ടല്ലോ, നമ്മളിങ്ങനെ പൊന്നുപോലെ എടുത്ത് നെഞ്ചിൽ വെക്കുന്ന വാക്കുകൾ, നമുക്കത് എവിടെയും പ്രയോഗിക്കാനൊന്നും പറ്റില്ല. അതിലുപയോഗിച്ച പല വാക്കുകളും അതുപോലത്തെ വാക്കുകൾ ഞങ്ങൾക്ക് ഓർക്കുന്നില്ല. ഏതൊക്കെയോ തമിഴ് വാക്കുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ അത്രയും പ്രിയപ്പെട്ട വാക്കുകളായിരുന്നു.
അത് അതിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു തമിഴ് പശ്ചാത്തലത്തിൽ എഴുതിയത് കൊണ്ട് വന്നതാണ്. തോവാളയിലെ പൂക്കാരല്ലോ എപ്പോഴും ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കവിതയുടെ രൂപത്തെ മാറ്റുന്ന ഒന്നാണ്. ഇതൊരു സാധാരണ പ്രണയ കവിതയാണ്, പക്ഷെ അതിന്റെ പശ്ചാത്തലം പരിചിതമല്ലാത്ത പുതിയ ഒന്നായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടി ആയിരിക്കണം അതിനോടൊരു താല്പര്യം തോന്നിയതല്ലേ. തമിഴ് പഠിച്ചിട്ടില്ല. തോവാളയിൽ ഈ പറഞ്ഞ കുറ്റിമുല്ല കൃഷി ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറ്റിമുല്ലയ്ക്ക് തടം തുറന്നും പനവട്ടിയിൽ പൂനുള്ളി വെച്ചും ഒപ്പം നടന്നപ്പോ എന്താണ് എൻ്റെ കയ്യിൽ വേരോടിയ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെന്ന്, അവിടെ ആ വീടിന്റെ മുറ്റത്തിരുന്ന് ഇപ്പോഴും ചിത്തിയും തങ്കയും പൂമാല കെട്ടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനവിടെ പോയിട്ടില്ല, അവരവിടെ ഭദ്രമായിട്ട് ഇരിക്കട്ടെ, അവരവിടെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഷീജ പലപ്പോഴും പറയുക, മനസ്സിലെ വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ള നല്ലൊരു മാർഗമാണ് കവിത എഴുതുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണോ? നമ്മുടെ ദുഃഖത്തിലെ മനസ്സിലുള്ള ദുഃഖത്തെ നമ്മൾ എന്നത്തേക്കുമായി നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നത് അതൊരു തെറാപ്യൂട്ടിക്കൽ എക്സ്പീരിയൻസ് അല്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്? ജിയുടെ തന്നെ വരികളുണ്ടല്ലോ, കേവലം ഖനീഭൂതമാകിന കണ്ണീരാണ് ഈ ഭൂതലം, നെടുവീർപ്പാണ് ഈ അന്തരീക്ഷം പോലും എന്ന് പറയും. ഭൂമി എന്ന് പറയുന്നത് ഉറഞ്ഞുപോയ കണ്ണീരാണ് എന്ന് ഒരു കവി പറഞ്ഞു. അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഏത് നിമിഷവും ശാന്തതയിൽ നിന്ന് പ്രക്ഷുബ്ധതയിലേക്ക് വളരെ ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതമാണ്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും കൂടിയാണ്. അപ്പൊ അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടല്ലോ. അപ്പൊ കവിത എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സുഖകരമായ പ്രക്രിയ അല്ല. നമ്മൾ ഈ കൊച്ചു പിള്ളേരോടെ ഒന്നും ഭാഷയൊന്നും ആകാത്ത കൊച്ചു പിള്ളേരെ നമ്മൾ മടി കിടത്തിയിട്ട് അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ഓരോന്നാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊച്ചൊരു മറുപടി പറയുമല്ലോ. ഒരു ഒച്ച ഉണ്ടാവില്ല, അത് ഒച്ച മാത്രമേ ഉണ്ടാക്കുള്ളൂ. ആ ഊ എന്നൊക്കെ പറഞ്ഞ് ചുണ്ട് കൊട്ടിയിട്ട് എന്തൊക്കെയോ കൊച്ചു പറയാൻ ശ്രമിക്കും, പക്ഷെ വാക്കുകളൊന്നും പുറത്തു വരില്ല. ഭാഷ അറിയാത്തവന്റെ അവസ്ഥ അല്ലെങ്കിൽ ഭാഷ ഇല്ലാത്തവന്റെ അവസ്ഥ അതാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെ പറയണമെന്ന് അറിയില്ല. അതുപോലെ ഒരു മൂകനായിപ്പോയ മനുഷ്യന്റെ വെപ്രാളം പോലെ എന്നാണ് ആദ്യം കവിത എഴുതുമ്പോൾ അനുഭവിക്കുന്നത്. എങ്ങനെ ഇതൊന്ന് ഒരു ലെവലാക്കി എടുക്കുന്നുള്ള ഒരു വെപ്രാളമാണ് ആദ്യം പറഞ്ഞ കവിത. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ആകുന്നത് വരെ അത് എന്തെങ്കിലും പിന്നെയാണ് നമ്മൾ അതിൽ ബോധപൂർവമായിട്ടുള്ള കുറെ പണിയെടുക്കുക. അപ്പം നമുക്കറിയാം പിന്നെ ഇവിടെ എങ്ങനെ ശരിയാക്കി എടുക്കണം എന്നുള്ളത്. പിന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനത്തിന് ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതിന്മേലുള്ള വെപ്രാളം കഴിഞ്ഞു. നമ്മളൊരു നല്ല പൂവിനെ കാണുമ്പം ഒരു അസ്വസ്ഥത, ഇതിനെങ്ങനെ ആവിഷ്കരിക്കും? ഒരു പനിനീർപ്പൂവിന്റെ മണം നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക? ഇത് ഞാൻ കണ്ടതുപോലെ എങ്ങനെയാണ് നിങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ള ഒരു ടെൻഷനാണ് മനസ്സിൽ കിടക്കുക. നമ്മൾ കാണുന്ന പല കാഴ്ചകളും നമ്മുടെ ഇമേജുകളും ഒക്കെ അത് കാണും. ഞാൻ കണ്ടത് എന്താണോ അത് അങ്ങോട്ട് തരാനായിരിക്കും ഞാൻ ശ്രമിക്കുക. അതൊരു ചെറിയ ഇതല്ല, അത് ഭയങ്കരമായിട്ടൊരു വൈകാരികത ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ അലയടിക്കുന്ന ഒരു വികാര സമുദ്രമാണ് കവിത എങ്കിൽ കണ്ണീരാണ് അതിന്റെ തരംഗ കൽപ്പന എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഒരു അന്തർലീനമായി കിടക്കുന്ന വേദനകളും ദുഃഖങ്ങളും കൂടിയുണ്ട്. അതാണ് നമുക്കൊരു പക്ഷെ കുറച്ചുകൂടി നമ്മുടെ കാഴ്ചകളെ പരുവപ്പെടുത്തുന്നതും കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ശക്തി തരുന്നതും എന്ന് തോന്നിയിട്ടുണ്ട്. വലിയ സുഖമുള്ള ഏർപ്പാടായിട്ട് തോന്നിയിട്ടില്ല കവിത എഴുതൽ. കാവ്യരചന ഒരു സർഗ പ്രക്രിയയാണ്. അപ്പൊ എഴുതി കഴിയുമ്പോൾ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു വൈകാരിക സംതൃപ്തി തോന്നാറുണ്ടോ? എപ്പോഴും നമ്മൾ പറയല്ലോ, നമ്മളെ തന്നെ അമ്പരപ്പിക്കാത്ത ഒരു കവിത അല്ലെങ്കിൽ ഒരു വരി മറ്റൊരാളെ അമ്പരപ്പിക്കില്ല. നമ്മൾ ഏത് രചന നടത്തിയാലും അതിൽ ആദ്യത്തെ വായനക്കാരൻ ആരായിരിക്കും? നമ്മൾ തന്നെ ആയിരിക്കും. നമ്മുടെ ഭാവുകത്വത്തെ തൃപ്തിപ്പെടുത്താത്ത ഒരു കവിത ആര് നല്ലതെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അതിനൊരു സംശയത്തോടു കൂടി മാത്രമേ ഒരു പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ പറ്റുന്ന എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടില്ല. നമുക്ക് പോരാ എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന പലയിടങ്ങളും ഉണ്ട്, വെട്ടിക്കളയണമെന്നുള്ളതുണ്ട്. പക്ഷെ അത് സാധിക്കാതെ വന്നിട്ട് കവിതയിൽ ഉൾപ്പെട്ടു പോകുന്ന വരികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഇപ്പൊ ഈ അന്തിക്കള്ളും പ്രണയശാപ്പും പറയുന്ന കവിതയിൽ ഏതു കാലം ഇത് ഏതു ജീവിതം എന്ന് ചോദിക്കുന്ന വരികളുണ്ടല്ലോ, ഏതു ഭൂലോകം നീ പതഞ്ഞുയരുമ്പോഴാകെ മറിഞ്ഞിതേ ലോകം എന്ന് പറയുന്ന ആ 2 വരി വെട്ടാൻ വേണ്ടി ഞാൻ മാതൃഭൂമിയിൽ 2 വട്ടം വിളിച്ചിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം അത് തിരുത്താൻ. എനിക്കത് അങ്ങനെയല്ല, അത് അവിടെ അത് പോരാ എന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു. പക്ഷെ അത് ആ കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ പലർക്കും ആ കവിതയുടെ സാരം ആയിട്ട് തോന്നിയത് ചുറ്റുപാടുകളെ മുഴുവൻ മാറ്റിമറിക്കുന്ന പ്രണയം എന്നുള്ള ഒരു സങ്കല്പത്തേക്കാണ്. അപ്പൊ എപ്പോഴും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടണമെന്നില്ല, പക്ഷെ ചെറിയൊരു തോതിലെങ്കിലും കിട്ടുമ്പോഴാണ് നമുക്കിത് ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല. അങ്ങ് കൊടുക്കാണ് നിവർത്തിയില്ലാതെ, അല്ലെങ്കിൽ കൈവച്ചിരുന്നാൽ ഇനിയും അങ്ങനല്ല, ഇനിയും ഇവിടെ അങ്ങനല്ല എന്നിങ്ങനെ ഒരിക്കലും ഒരു സംതൃപ്തി ഞാൻ ഒരു കവിത എഴുതിയിട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സമ്പൂർണതയിൽ എത്തുക എന്ന് പറയുന്നത്
ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇമോഷണലി മുഴുവനായിട്ടും നമ്മളെ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. പക്ഷെ ഒരു പരിധി വരെ ഒരു പക്ഷേ എന്ന് തോന്നിക്കുന്നവരടുത്ത് ആ കവിത അവസാനിക്കുന്നു എന്നുള്ളത്. അവസാനിക്കുന്നില്ല, കവിത കവിയിലല്ലല്ലോ അവസാനിക്കുക, വായനക്കാരൻ്റെ ഹൃദയത്തിലാണ്. അത് ഒരു തരത്തിലല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഭ്രാമകലിലെ പലതരത്തിൽ വായിച്ച ആൾക്കാരുണ്ട്. ഞാൻ ഒരു വായനയും തള്ളിക്കളയുന്നില്ല. ആ വായനകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കവിതയുടെ ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തലത്തിൽ നിന്ന് മറ്റു തലത്തിലേക്ക് ഓരോ ഭാവുകത്വത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റുമ്പോഴാണ് ഒരു കവിത ഡൈവേഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതൽ വിസ്തൃതിയോ വ്യാപ്തിയോ ഉണ്ടാവുന്നത്. കൃത്യമായി ഞാൻ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കിക്കുക എന്നുള്ള ഒരു ചെറിയ ലക്ഷ്യമല്ല കവിതയ്ക്ക് ഉണ്ടാവേണ്ടത് എന്നും തോന്നിയിട്ടുണ്ട്. കവിതയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ നമുക്ക് അടുത്ത സെഷൻ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ദൂരെ ഒരു നാട്ടിലെ ലളിതമായ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ മനുഷ്യബന്ധങ്ങളുടെ ഒരു ലോകമുണ്ട്. അവിടേക്ക് ഊരുക്ക് പോകലാം കണ്ണേ. നമുക്ക് നിർത്താം.